ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ ഇന്റർവ്യൂ മെന്റർഷിപ്പ് സീരീസ്. നമ്മുടെ എപ്പിസോഡ് 3 മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ കോർ സ്കിൽസ്. പ്രീവിയസ് എപ്പിസോഡ്സിൽ നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തു ഡാഫ് മാപ്പിംഗ് തുടങ്ങിയില്ലെങ്കിലും ഡാഫ് എങ്ങനെയാണെന്നും ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ നോക്കി. ഇന്ന് ഓൾറെഡി ഞാൻ കോർ സ്കിൽസ് വേണമെന്ന് പറഞ്ഞു ഇന്റർവ്യൂവിന് പോകുമ്പോൾ. കാരണം ഇന്റർവ്യൂ ഏതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരം പാനൽ, ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഇന്ന ആളുടെ പാനൽ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇന്ന ആളുടെ പാനലാണെങ്കിൽ പ്രശ്നമാണ്, കയ്യിൽ നിന്ന് പോയി അവർ ഒട്ടും ലീനിയൻ്റ് അല്ല, എന്തും ചോദിക്കാം. സോ നമ്മളങ്ങനെ പലരും പല ടെൻഷൻസിലാണ് പോകുന്നത്. ഇന്ന പാനൽ കിട്ടിയാൽ എന്ത് സംഭവിക്കും, നമ്മൾ പെർഫോം ചെയ്യൂല്ലേ എന്നൊക്കെ നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ എന്ത് പാനലാണെങ്കിലും എന്ത് തരം ചോദ്യങ്ങളാണെങ്കിലും നമ്മുടെ കോർ സ്കില്ലും ബോഡി ലാംഗ്വേജും നമ്മുടെ കോൺഫിഡൻസും സെയിം ആണെങ്കിൽ we should be ready to answer any question, because you should remember the very important thumb rule in UPSC exam interview, that is എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം എന്ന് ഒരു നിർബന്ധമില്ല. ആൻഡ് sometimes board does not even expect a right answer for that. ചിലപ്പോൾ ബോർഡ് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉണ്ടാവുള്ളൂ, ആ ചോദ്യം നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ചോദ്യത്തിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതെന്നനുസരിച്ചിട്ടിരിക്കും ഇത്. അപ്പോൾ ഇതും നമ്മുടെ ഒരു കോർ സ്കില്ലാണ്. അപ്പോൾ ഇൻ്റർവ്യൂ എന്തും ആയിക്കോട്ടെ, ഏത് തരമായിക്കോട്ടെ, നമ്മുടെ കോർ സ്കിൽസ് കീപ്പപ്പ് ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ സിലബസ് നോക്കിയപ്പോഴും നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. ഇൻ്റർവ്യൂ ഏത് ദിശയിലേക്കാണോ സഞ്ചരിക്കുന്നത്, ഡാഫിൻ്റെ വഴിയെ പോവാം, കറണ്ട് അഫയേഴ്സിൻ്റെ വഴിയെ പോവാം, നമ്മുടെ ജനിച്ച സ്ഥലത്തിനെ കുറിച്ച് ചോദിക്കാം, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. ദേ ക്യാൻ ആസ്ക് യു അബൌട്ട് പൊളിറ്റിക്സ്, എക്കണോമിക്സ്, എനിത്തിങ്. നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സംടൈംസ് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചിലപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം വളരെ ട്രിക്കി ആയിട്ടൊരു ചോദ്യമായിരിക്കും. അപ്പോൾ ആ ചോദ്യത്തിന് നമ്മൾ ശരി ഉത്തരം പറയണോ വേണ്ടയോ എന്നൊക്കെ ഒരു സംശയം വരും. ഇപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ന്യൂട്രാലിറ്റി ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂട്രാലിറ്റി. സിവിൽ സർവീസിൽ ഒരാൾ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണ്? ഡിഫൈൻ ന്യൂട്രാലിറ്റി. ക്യാൻ റിയലി എ സിവിൽ സർവൻറ്റ് എവർ ബി ന്യൂട്രൽ? നമ്മൾ ശരിക്കും ന്യൂട്രൽ ആയിട്ടിരിക്കണോ? അതോ ഒരു സ്റ്റാൻഡുള്ള ഒരു ഓഫീസർ ആണോ? അതോ നിങ്ങൾ എല്ലാത്തിനും വലിയൊരു ന്യൂട്രൽ സ്റ്റാൻഡാണോ എടുക്കേണ്ടത്? അപ്പോൾ എന്ത് തരം ഓഫീസറാണ് നിങ്ങളെന്ന് പുറത്ത് കൊണ്ടുവരുന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കും. നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് അവിടെ പറയേണ്ടതെന്നുള്ളത് എപ്പോഴും ഓർത്താൽ മതി. ഇൻ്റർവ്യൂവിനാണെങ്കിലും യു ഷുഡ് ഓൾവേസ് മേക്ക് സെൻസ്. നിങ്ങൾ അല്ലാത്ത ഒരു ആളായി മാറേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ ആൻഡ് പറയുന്ന കാര്യം, അതിൽ പ്രധാനപ്പെട്ട സിലബസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സർവീസിലേക്ക് സെലക്ട് ചെയ്യാൻ അനുയോജ്യനായിട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് അവർക്ക് തോന്നുകയും വേണം. സൂട്ടബിലിറ്റി ഫോർ പബ്ലിക് സർവീസ്. അപ്പോൾ ആ ഒരു തോട്ടിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്കില്ലാണ് അലേർട്ട്നെസ്. ചോദ്യം ചോദിച്ചാൽ നമ്മൾ വളരെ അലേർട്ട് ആയിരിക്കണം. പലപ്പോഴും നമ്മൾ മോക്ക് ഇൻ്റർവ്യൂവിൽ കാണാറുണ്ട് പല ആസ്പിറൻസിൻ്റെയും പ്രശ്നം. ഇപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, ഒരു ചോദ്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ആഫ്സ്പ, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. ഇപ്പോൾ മണിപ്പൂർ ഇഷ്യൂവിൽ തന്നെ റീസെൻ്റ്ലി കുറേ ഏരിയാസിൽ ആഫ്സ്പ പിൻവലിച്ചു വരികയാണ്. സോ ഇനിയും പല സ്ഥലങ്ങളിലും ഇപ്പോഴത്തെ മണിപ്പൂരിൽ നടക്കുന്ന ഇഷ്യൂ കാരണം, അല്ലെങ്കിൽ ഇനി മണിപ്പൂരിൽ ഇഷ്യൂവിൽ അല്ലെങ്കിൽ കശ്മീർ ഇഷ്യൂവിൽ വീണ്ടും വേണമെങ്കിൽ ആഫ്സ്പ കൊണ്ടുവരാം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, മിസ്റ്റർ, സോ എൻ്റെ പേര് തന്നെ ഉപയോഗിക്കാം, മിസ്റ്റർ അർജുൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ആഫ്സ്പ? എന്താണ് ആഫ്സ്പ എന്നല്ല ചോദ്യം, ആഫ്റ്റർ ഡെഫിനിഷൻ അല്ല, അതൊക്കെ പ്രിലിംസ് മെയിൻസിൽ കഴിഞ്ഞു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ആഫ്സ്പ ബീങ് റീഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കശ്മീർ ഓർ റീഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മണിപ്പൂർ? ഡു യു റിയലി സെൻസ് ആൻ അർജൻസി ഫോർ ദാറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ആൻഡ് ഐ ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ. സോ കശ്മീരിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ മണിപ്പൂരിനെ കുറിച്ച്, നോർത്ത് ഈസ്റ്റിനെ കുറിച്ചാണെങ്കിൽ ഹി മൈറ്റ് ആസ്ക് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് അതർ ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ മെൻറ്റൽ അലേർട്ട്നെസ് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡായി അദ്ദേഹം ആദ്യം ചോദിച്ച ആഫ്സ്പയെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ പറയാൻ തുടങ്ങും. എവിടെയോ നമ്മൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ സബ് ക്വസ്റ്റ്യൻ നമ്മൾ മറന്നുപോകും. ചിലപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ഇൻ്റർവ്യൂവർ മൈറ്റ് ബി എ വെരി സീനിയർ ഓഫീസർ. ഇറ്റ് ക്യാൻ ബി വെരി സീനിയർ ഓഫീസർ ഫ്രം ദി IAS സിവിൽ സർവീസ്, ഓർ ഇറ്റ് ക്യാൻ ഫ്രം ദി ആർമി, എന്ത് വേണോ ആവാം. അപ്പോൾ അവരെ സംബന്ധിച്ചോളം they will not like you, because ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിൻ്റെ മുഴുവൻ ഭാഗവും കേട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരാളെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് പബ്ലിക് സർവീസിൽ ഫിറ്റ് ആവുക? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച ഉത്തരവില്ലല്ലോ അദ്ദേഹത്തിൻ്റെ. സോ ആ മെൻറ്റൽ അലേർട്ട്നെസ്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആലോചിക്കണം എത്ര പാർട്ടുണ്ട്. ഇപ്പം ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ടെൽ മീ 5 important qualities that you have which is the reason why we should select you into civil services. ടെൽ മീ 5 important qualities എന്ന് ചോദിച്ചാൽ
അപ്പോൾ നമ്മൾ 5 എടുത്ത് പറയും. അല്ലെങ്കിൽ ടെൽ മീ 3 ഇമ്പോർട്ടൻറ്റ് റീസൺസ് വൈ ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി ഇത്ര ട്രില്യൺ എക്കോണമി ആയി മാറാൻ പോകുന്നു, അല്ലെങ്കിൽ 3rd ലാർജസ്റ്റ് എക്കോണമി ആകാൻ പോകുന്നു. ഇന്ത്യ ഇസ് ഗോയിങ് ടു ബി ദാറ്റ്. സോ വാട്ട് ഡു യു തിങ്ക് ആർ ദ 3 മേജർ ഇമ്പാക്ട് ഓഫ് ദാറ്റ് ഇൻ ദ സെക്ടർ എന്നൊക്കെ ചോദ്യം ചോദിച്ചാൽ വളരെ കൃത്യമാണ്. 3 എന്ന് ചോദിച്ചാൽ നമ്മൾ 1, 2 എന്ന് പറയുന്നതിനെക്കാട്ടും അത് കൃത്യം കേൾക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും ഇത് മറന്നു പോകുന്നുണ്ട്. സോ ആദ്യം നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് പറഞ്ഞു, മെന്റൽ അലേർട്ട്നെസ് പറഞ്ഞു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ആർ യു ടാക്ലിങ് ആ ക്വസ്റ്റ്യൻ? നമ്മൾ എങ്ങനെയാണ് ഒരു ചോദ്യം ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് UPSC ഇൻ്റർവ്യൂവിൽ. കാരണം അവർ പല രീതിയിൽ ചോദ്യം ചോദിക്കാം. അപ്പം പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് ആ ഉത്തരം അറിയോ ഇല്ലേ എന്നുള്ളതിനെക്കാട്ടും നമ്മൾ ആ ചോദ്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരം പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി പറയാം, സർ ഐ ഹാവ് നമുക്കൊന്ന് ആലോചിക്കാം. നമ്മുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നമ്മൾ ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. സർ ഇഫ് യു പെർമിറ്റ് ക്യാൻ ഐ ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്? ഡെഫിനറ്റ്ലി ടേക്ക് യുവർ ടൈം എന്നവർ പറയും. അതിനർത്ഥം 10 മിനിറ്റ് എടുക്കുക എന്നുള്ളതല്ല. നമുക്കൊന്ന് ആലോചിക്കണം. ഇമ്മീഡിയറ്റ്ലി ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. സർ മേ ഐ ടേക്ക് സം ടൈം, മേ ഐ ടേക്ക് ഫ്യൂ സെക്കൻഡ്സ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്? യെസ്. ആലോചിച്ചിട്ട് നമുക്ക് ഉത്തരം പറയാം. ചിലപ്പോൾ നമ്മുടെ ഉത്തരം അവർ ചിലപ്പോൾ ഉടനെ അടുത്ത ചോദ്യം ചോദിക്കാം. ഇപ്പം ഐ സ്റ്റിൽ റിമെമ്പർ നമ്മുടെ ഡാഫ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്ന ഒരാളുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഇന്റർവ്യൂവിന് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയാണ് ചോദിച്ചത്. സി ഹൗ ഹാസ് Kannur has played a very instrumental role in the freedom struggle, especially during the British times. അപ്പോൾ ആ ബ്രിട്ടീഷ് ടൈംസിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ വിട്ടു പോയപ്പോൾ ടെൽ മീ ദ ഇമ്പോർട്ടൻറ്റ് ലെഗസി ദാറ്റ് Kannur ഹാസ് ഇൻഹെറിറ്റഡ് ഫ്രം ബ്രിട്ടീഷ് ടൈംസ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു മോക്കിൽ. അപ്പോൾ അദ്ദേഹം വെൽ പ്രിപ്പയർഡ് ആണ്. കണ്ണൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചൊന്ന് ആലോചിച്ചിട്ട് എന്താണ് പറയേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കൊന്നും വേണ്ട. നമുക്കറിയുന്ന നമ്മുടെ നാടിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ടാക്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അറിയില്ലെങ്കിൽ നമുക്ക് പറയാം. സോ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഉത്തരം അറിയില്ലെങ്കിൽ എന്താ ചെയ്യാന്നില്ല. അവരെന്ത് വിചാരിക്കുക? അവരൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. സി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോട്ട് ഓൾ ദ ക്വസ്റ്റ്യൻസ് ആർ മെന്റ് ടു ബി ആൻസേർഡ്. സം ഓഫ് ദം ആർ ഓൺലി നീഡ് ടു ബി ടാക്കിൾഡ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഉത്തരം പറയുന്നൊരു കാര്യമുണ്ട്, സർ ഐ എം അഫ്രൈഡ് ഐ ഡോണ്ട് നോ ദി ആൻസർ, എനിക്കറിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു ചോദ്യമാണ്. അതിലൊരു നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. പലപ്പോഴും ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം, സർ ഐ ഡോണ്ട് നോ, സർ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. വേണമെങ്കിൽ ചോദിക്കാം, സർ ക്യാൻ ഐ മേക്ക് എ ഗെസ് ഉണ്ടെങ്കിൽ കേട്ടോ, യു കെൻ ടേക്ക് എ ഗെസ്. ഇനി ഗെസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, സർ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദി ആൻസർ ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ഐ വിൽ ലേൺ അബൌട്ട് ഇറ്റ്, ഐ വിൽ റീഡ് അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസും കൂടാണ്. അതായത് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, എനിക്കറിയില്ല, അപ്പം ഞാൻ പറയുകയാണ്, സോ ഐ ഡോണ്ട് നോ സർ, ഐ എം അഫ്രൈഡ് ഐ ഡോണ്ട് നോ ദി ആൻസർ ബട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ലേൺ അബൌട്ട് ഇറ്റ്, ഐ റീഡ് അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എൻ അഫർമേഷൻ. നിങ്ങളുടെ ആസ്പിരൻ്റ് എന്ന രീതിയിൽ ഒരു അഫർമേഷനാണ്. നിങ്ങൾ അത് പോയി പഠിക്കും, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ സെൻസ് ഉള്ള ഒരാളാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ടാക്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം അറിയില്ലെങ്കിലും നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കണ്ടാൽ തന്നെ അവർക്ക് തോന്നണം. കാരണം എല്ലാ സൊല്യൂഷൻസും എല്ലാവർക്കും കണ്ടെത്താൻ പറ്റില്ല. ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അവർക്ക് തോന്നണം, ദിസ് കാൻഡിഡേറ്റ് ഇസ് റിയലി ഗുഡ്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒപ്പീനിയൻ. നമ്മുടെ അഭിപ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ഈ സിവിൽ സർവീസിന് പഠിക്കുമ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു ഡ്രോബാക്ക് പറയുകയാണ്, നമ്മൾ ഈ പ്രിലിംസിനും മെയിൻസിനൊക്കെ പഠിച്ച് ഈ ഒബ്ജക്റ്റീവ് പഠിച്ചും കാര്യങ്ങൾ കാണാതെ പഠിച്ചും അല്ലെങ്കിൽ ഇഷ്യൂ ഒക്കെ പഠിച്ചും നമ്മൾ എവിടെയോ ചിന്തിക്കാൻ മറന്നുപോയി. ഇൻ്റർവ്യൂവിന് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അത് ഒട്ടും ശരിയല്ല എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഉദാഹരണം ചോദിക്കുകയാണ്, ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഉണ്ട്. And you know that when you compare the news, you will understand that India is a close ally of Israel. ഇത്രയും സംഭവങ്ങൾ ഇസ്രായേൽ നടത്തിയ ഒരുപാട് ഇഷ്യൂസിന് വന്നപ്പോഴും ഇന്ത്യ ആസ് ഒഫീഷ്യലി ബീങ് സപ്പോർട്ടിങ് ഇസ്രായേൽ. വൈ? ദ ഹോൾ ഓഫ് ദ വേൾഡ് സേസ് ദേ ആർ സപ്പോർട്ടിങ് പാലസ്റ്റീൻ. ലോകം മൊത്തം പലസ്തീനിൽ നടക്കുന്ന പ്രശ്നം വരുമ്പോഴും ഇന്ത്യ പലസ്തീനിന്റെ അവസ്ഥയോട് ഇന്ത്യ ഇസ് സിമ്പത്തറ്റിക്. പക്ഷെ ഒഫീഷ്യലി ഇന്ത്യ ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. UN-ലാണെങ്കിലും പല സെക്യൂരിറ്റി റെസൊല്യൂഷനിലാണെങ്കിലും ഇസ്രായേലിൻ്റെ കൂടെയാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവണം. അവിടെ ചിലപ്പോൾ നമുക്ക് ഈ ഉത്തരം പറയാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഏകദേശം അത് പറയാൻ സാധിക്കണം. അപ്പോൾ ഇത് നമ്മുടെ അപ്രോച്ചാണ്. നമ്മൾ എങ്ങനെയാണത് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് അപ്രോച്ച് വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞത്, ഒരു നല്ല പ്രോബ്ലം സോൾവർ ആവണം. എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒരു വളരെ പോസിറ്റീവായിട്ട്. അല്ലാതെ ഓൾറെഡി ഒരു നല്ല സിവിൽ സർവൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഉണ്ടാവും.
അത് നല്ല സിമ്പിൾ സൊല്യൂഷൻസ് കണ്ടെത്താനാണ് നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ ഒരു ചെറിയ പ്രശ്നത്തിന് ഇനിയും വഷളാക്കാനല്ല നമ്മളവിടെ ചെന്നിരിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഒപ്പീനിയൻസ്. ഞാൻ നേരത്തെ ഒപ്പീനിയനാണ് പറഞ്ഞത്. എല്ലാത്തിനെ കുറിച്ചിട്ടും നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണെങ്കിലും എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും ഹാവ് എൻ ഒപ്പീനിയൻ അബൌട്ട് എവ്രിതിങ്. ഇപ്പോൾ സറോഗസി ആക്ട് എന്താണ്? അപ്പോൾ അത് ചോദിക്കാം. നിങ്ങളൊരു ഡോക്ടറോ അല്ലെങ്കിൽ ആ റിലേറ്റഡ് ഏരിയയിൽ വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ സറോഗസിയെ കുറിച്ച് ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വി വുഡ് ലവ് ടു ഹിയർ യുവർ ഒപ്പീനിയൻ. ആൻഡ് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒപ്പീനിയൻ പറയരുത്. കാരണം ഇതൊക്കെ എന്ത് നിയമം, ഇതൊക്കെ ഇന്ത്യ എന്ത് രാജ്യം, ഇങ്ങനത്തെ എക്സ്ട്രീം തോട്ട്സ് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളൊരു സിവിൽ സർവൻ്റ് ആവാനാണ് പോകുന്നത്, നമ്മൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാവാനാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മളവിടെ കാണിക്കണം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കോർ സ്കില്ലാണ് കോൺട്രഡിക്റ്റ് ചെയ്യരുത്. നമുക്ക് ഓണസ്റ്റി വേണം, സത്യസന്ധമായി സംസാരിക്കണമെന്ന് പറഞ്ഞാലും കോൺട്രഡിക്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ ബോർഡിനെ അങ്ങോട്ട് പഠിപ്പിക്കരുത്. ഇപ്പോൾ കോൺട്രഡിക്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു നിലപാടുള്ള ആളായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺട്രഡിക്റ്റിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു പോളിസി ഫസ്റ്റ് വേണമെങ്കിൽ ചെറിയൊരു ചോദ്യം ചോദിച്ചു വിടുമ്പോൾ അവർ ചോദിക്കുകയാണ് റെയിൽവേസിനെ കുറിച്ചിട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് റെയിൽവേ സിസ്റ്റംസ് ഭയങ്കര നല്ലതാണ്, അങ്ങനെയാണ്, ഇതിന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഇൻ്റർവ്യൂ കഴിയുന്നതിന് മുമ്പ് വേറൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയുമ്പോൾ പറയുകയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇന്ത്യയിൽ വളരെ മോശമാണ്, ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞതല്ല നിങ്ങൾ അവസാനം പറഞ്ഞത്. യു ഹാവ് കോൺട്രഡിക്റ്റഡ് യുവർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത്തരം കോൺട്രഡിക്റ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരെ UPSCക്ക് ഇഷ്ടമല്ല. കാരണം നിങ്ങൾ ഒരു ഓപ്പർച്യൂണിസ്റ്റ് ആണ്. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കും, തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റിൻ്റെ കൂടെ നിൽക്കും. ദേ വോണ്ട് പീപ്പിൾ ഹൂ സ്റ്റാൻഡ് ബൈ യുവർ ഡിസിഷൻ. നല്ല തീരുമാനം എടുക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. സോ നമ്മൾ നമ്മുടെ ആശയത്തിനോട് ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് 100% ഉറച്ചു നിൽക്കണം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമ്മുടെ ഇതിൽ മോശം എന്നല്ല, ഒരുപാട് ചലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ ചോദിച്ചാൽ അല്ല നമ്മൾ മാറ്റി പറയരുത്, ചലഞ്ച് ഇല്ല എന്ന് പറയരുത് പിന്നീട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പ്രസൻസ് ഓഫ് മൈൻഡ്, മെൻ്റൽ അലേർട്ട്നെസ്, നമ്മുടെ അപ്രോച്ച്, ഹൗ യു ടാക്കിൾ ദി എക്സാം, ഹൗ യു ടാക്കിൾ ദ ക്വസ്റ്റ്യൻ, നമ്മുടെ ഒപ്പീനിയൻ, ഡു നോട്ട് കോൺട്രഡിക്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഈ കോർ സ്കിൽസ് നമുക്ക് ഇനിയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഐ എം ഷുവർ യുവർ ഇൻ്റർവ്യൂ ഇസ് ഗോയിങ് ടു ബി ഗുഡ്. ഇനി എന്ത് ഇൻ്റർവ്യൂ വന്നാലും നിങ്ങൾ പെർഫോം ചെയ്യും. ടേക്ക് ഇറ്റ് ഫ്രം മീ. അപ്പോൾ ഇതാണ് നമ്മളിനി അടുത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു.